ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നുറുക്ക് ഗോതമ്പ് പായസം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണിത്. ഇതിന് എങ്ങനെയെന്ന് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനുവേണ്ടി 1 കപ്പ് നുറുക്ക് ഗോതമ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് വെള്ളമൊഴിച്ച് നന്നായി ഒന്ന് വാഷ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതൊരു പ്രഷർ കുക്കർ എടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. 2 മുതൽ 3 വിസിൽ വരെ മാത്രം മതി. നുറുക്ക് ഗോതമ്പ് വെന്ത് കിട്ടും. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ചവ്വരി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ 2 കട്ട ശർക്കര എടുത്തിട്ടുണ്ട്, ശർക്കര പാനിക്ക് വേണ്ടിയാണ്. പിന്നെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് പാലാണ്. ഞാൻ 1/2 ലിറ്റർ അടുത്ത് പാലെടുത്ത് തിളപ്പിച്ച് മാറ്റി വെച്ചിരിക്കുകയാണിത്. അത് കഴിഞ്ഞിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കാഷ്യൂ, മുന്തിരിങ്ങ. അങ്ങനെ നമ്മുടെ നുറുക്ക് ഗോതമ്പൊക്കെ ഞാൻ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചവ്വരി ഒന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ചവ്വരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കരയൊന്ന് പാനിയാക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ ശർക്കരയെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പായസം വയ്ക്കുന്നതിനുള്ള പാൻ അടുപ്പിൽ വെച്ച് ചൂടാകാൻ ഞാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വന്നു കഴിയുമ്പം കാഷ്യൂ വറുത്തെടുക്കാം. കാഷ്യൂ ഒന്ന് ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ മുന്തിരിങ്ങ കൂടി ചേർത്ത് കൊടുത്ത് ഫ്രൈ ആക്കി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ നെയ്യിൽ തന്നെ നമുക്ക് നുറുക്കി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ചേർത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. നേന്ത്രപ്പഴം നല്ല ടേസ്റ്റാണ് ഈ പായസത്തിലിടുന്നത്. അത് റെഡി ആയിട്ടുണ്ട്, നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ നെയ്യിൽ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് ചേർത്ത് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് ഇളക്കി വഴറ്റി എടുക്കാം. വഴണ്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ ശർക്കര പാനിക്കകത്ത് കിടന്ന് നന്നായി ഒന്ന് തിളച്ച് കുറുകി വരണം. ഈ സമയത്ത് ഞാൻ ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. അത് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല. നമ്മൾ ശർക്കര പാനി കിടന്ന് നുറുക്ക് ഗോതമ്പെല്ലാം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ ഇനി നമുക്ക് ഇതിൽ പാലൊഴിച്ച് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. ഞാൻ ചേർത്ത് കൊടുത്തത് ഏലക്ക പൊടിയും പിന്നെ വറുത്ത് പൊടിച്ച് വെച്ച ജീരകപ്പൊടിയും കൂടാണ്. ഇനി നമുക്ക് പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാൻ പാലൊഴിച്ച് കൊടുക്കുന്നത് കുറേശ്ശെയായിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കിടന്ന് വേവുന്നതിലും നല്ലത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് പായസം കുറുക്കിയെടുക്കാം. കുറച്ചുകൂടെ പാലൊഴിച്ച് കൊടുക്കുകയാണ്.
നല്ലപോലെ നമ്മുടെ പായസമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ പായസം റെഡിയായി എന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ നെയ്യ് വറുത്ത് വെച്ചിരിക്കുന്ന നേന്ത്രക്കായ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വയ്ക്കാം. അങ്ങനെ നമ്മുടെ പായസമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബോളിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യുന്നതിനായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ മുന്തിരിങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴത്തിൻ്റെ 2-3 പീസ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇതിൻ്റെ കൂടെ തന്നെ മേളിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള നുറുക്ക് ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് പായസം തന്നെയാണ്. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്കൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കണം. അപ്പോൾ അടുത്ത് തന്നെ ഞാൻ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി വിഷു. താങ്ക് യു.